വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. അങ്ങനെ നമ്മൾ സത്യവ്രതന്റെ കഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേവിയുടെയും മഹാദേവിയുടെയും അപ്പനുണ്ണിക്കണ്ണന്റെയും അനുഗ്രഹാശസ്സുകളോടുകൂടി നമ്മൾ സത്യവ്രതന്റെ കഥയിലേക്ക് കടക്കുകയാണ്. സത്യവ്രതന്റെ കഥ എന്ന് വെച്ചാൽ സത്യസന്ധന പേര് പോലെ തന്നെയാണ് അദ്ദേഹം. പ്രജാക്ഷേമ തൽപരനുമായ മാന്ധാതാവ് ഭൂമിയിലെ ചക്രവർത്തിയായി രാജ്യം മുഴുവൻ സ്വന്തം അധീനതയിലാക്കി എന്ന് പറയപ്പെടുന്നു. ശത്രുക്കൾ അദ്ദേഹത്തെ പേടിച്ച് പർവ്വത ഗുഹകളിൽ പോയി ഒളിച്ചു താമസിച്ചു. ഇന്ദ്രൻ ത്രസദസ്യു എന്ന പേരും നൽകി. അദ്ദേഹത്തിന് വേറൊരു പേരും കിട്ടി, മാന്ധാതാവിന്. ഇന്ദ്രനാണല്ലോ പാല് കൊടുത്തിട്ട് ജീവൻ നിലനിർത്തിയതുകൊണ്ട് പേര് വിളിക്കാനെല്ലാം ഉത്തരവാദിത്വമുണ്ട്, അധികാരമുണ്ട് അദ്ദേഹത്തിന്. മാന്ധാതാവിന് പത്നിയായ ബിന്ദുമതിയിൽ മുചുകുന്ദൻ കുരുകുൽസൻ എന്നും പേരായ 2 പുത്രർ ജനിച്ചു. കുരുകുൽസന്റെ മകൻ നരണ്യൻ വളരെയധികം പിതൃഭക്തിയുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന് ഹര്യശ്വൻ ത്രിധന്വാവ്. അദ്ദേഹത്തിൽ നിന്ന് അരുണൻ എന്നു പേരുള്ള ഒരാളുണ്ടായി. അരുണന്റെ പുത്രനായിട്ട് സത്യവ്രതൻ ജനിച്ചു. അങ്ങനെയാണ് സത്യവ്രതന്റെ വംശപരമ്പര വരുന്നത്. സത്യവ്രതനാണെങ്കിലോ തന്നിഷ്ടക്കാരനും മൂർഖനുമായിരുന്നു. അയാളൊരു ബ്രാഹ്മണ വിവാഹം മുടക്കി. ആ പെൺകുട്ടിയെയും കൊണ്ട് കാമവേശനായി ഓടിപ്പോവുകയും ചെയ്തു. വെറും മോശം പരിപാടിയല്ല അതൊക്കെ. വിവാഹത്തിന് വന്ന ബ്രാഹ്മണൻ അരുണന്റെ അടുത്തേക്ക് ഓടി വന്ന് ഞങ്ങൾ ഹതരായി എന്നുറക്കെ കരഞ്ഞും കൊണ്ട് പറഞ്ഞു. ഈ ബഹളം കേട്ട് രാജാവ് ചോദിച്ചു, ബ്രാഹ്മണരെ, എന്റെ മകൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അരുണന്റെ ചോദ്യം കേട്ട് ബ്രാഹ്മണർ പറഞ്ഞു, രാജൻ, ഒരു വിപ്രൻ വേളി കഴിച്ച പെൺകുട്ടി അങ്ങയുടെ മകൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഇത് കേട്ട് രാജാവ് മകനോട് പറഞ്ഞു, നിന്റെ ദുഷ്ട സ്വഭാവം കൊണ്ട് എന്റെ യശസ്സിനാണ് കളങ്കം വരുന്നത്. ഏതായാലും നീ ഇനി ഇവിടെ നിൽക്കണ്ട, എവിടെയെങ്കിലും പോയിക്കോ. വേഗം ഇവിടെ വിട്ടു പോകണം. എന്റെ നാട്ടിൽ എവിടെ നിന്നെ കാണാൻ പാടില്ല എന്ന് രാജാവ് മകനോട് പറഞ്ഞു. അത്ര നല്ല സ്വഭാവം അച്ഛനെ രാജാവായിരുന്നു അദ്ദേഹം. പിന്നെ ഈ വൃത്തികെട്ട സ്വഭാവം മോനെ എങ്ങനെ? ഇത് കേട്ട് തന്നെ എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ച മകനോട് രാജാവ് പറഞ്ഞു, വിപ്രധാരത്തെ അപഹരിച്ചതുകൊണ്ട് നീ ചണ്ടാളന് സമനാണ്. അതുകൊണ്ട് ചണ്ടാളന്മാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി താമസിക്കുക. എന്നെപ്പോലെയുള്ളൊരു പുത്രനുണ്ടായ ഞാൻ പുത്രവാനല്ല. തന്റെ മാർച്ചട്ടയും മമ്പം വില്ലുമെടുത്ത് സത്യവ്രതൻ പറയച്ചേരിയിലേക്ക് പോയി. കോപിഷ്ഠനായ പിതാവ് തന്നെ പുറത്താക്കിയതിന്റെ പിന്നിൽ വസിഷ്ഠ മഹർഷിയുടെ പ്രേരണയും ഉണ്ടായിരുന്നെന്ന് സത്യവ്രതൻ മനസ്സിലാക്കി. അദ്ദേഹം ഒന്ന് തടുത്തതുപോലുമില്ലല്ലോ എന്ന് അയാൾ ചിന്തിച്ചു. എങ്ങനെ തടുക്കല്? വൃത്തികെട്ട സ്വഭാവില് അത് മോനല്ലല്ലോ. അക്കാലത്ത് കൗശികൻ തന്റെ ധർമ്മപത്നിയെ നാട്ടിൽ വിട്ടിട്ട് കൗശികീ നദിയുടെ തീരത്ത് തപസ്സിലാണ്ടു. ഭർത്താവ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് ആ സാധ്യ കുടുംബഭരണത്തിന് വളരെയധികം ക്ലേശിച്ചു. ഒരു ദിവസം തന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് വലഞ്ഞ് കരയുന്നതായി കണ്ട് വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെയൊക്കെ ചെയ്യാവോ? ഭാര്യനെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്തിനു പിന്നെ തപസ് ചെയ്യുന്നത്? ആ സ്ത്രീ ചിന്തിച്ചു, ഈ നാട്ടിലൊരു രാജാവില്ല. പ്രജകളുടെ സങ്കടം ആരോട് പോയി പറയുവാനാണ്? എന്റെ പതിയും ഇവിടെയില്ല. അദ്ദേഹം എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് തപസ്സിന് പോയിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? തനിച്ചെങ്ങനെ ഈ കുട്ടികളെ വളർത്തും? ഒരു കുട്ടിയെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മറ്റു മക്കളെ രക്ഷിക്കാമെന്ന് ചിന്തിച്ചു. ഇതൊരു കഷ്ടാന്നതൊക്കെ. വിശ്വാമിത്ര പത്നി ദർഭ എടുത്ത് വിരിച്ച് മധ്യമപുത്രന്റെ കഴുത്തിൽ ചുറ്റിക്കെട്ടി വിൽക്കുവാനായി സ്വഗൃഹത്തിൽ നിന്നിറങ്ങി. കരഞ്ഞുകൊണ്ടുപോകുന്ന ആ വിപ്രപത്നിയെ കാട്ടിൽ താമസിക്കുന്ന സത്യവ്രതൻ കാണാനിടയായി. സത്യവ്രതൻ ചോദിച്ചു, ദേവി, എവിടേക്കാണ് ഈ ബാലനെയും വലിച്ചു കൊണ്ടുപോകുന്നത്? ആ സാധ്വി പറഞ്ഞു, പത്മജ, ഞാൻ വിശ്വാമിത്ര പത്നിയാണ്. അദ്ദേഹം തപസ്സിന് പോയിരിക്കുകയാണ്. മറ്റു കുട്ടികളെ രക്ഷിക്കാനായി ഇവനെ വിൽക്കാൻ പോവുകയാണ്. ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് സത്യവ്രതൻ പറഞ്ഞു, പതിവ്രതേ, നിന്റെ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഈ ബാലനെ നിങ്ങൾ വിൽക്കണ്ട. എന്റെ ആശ്രമോപാന്തത്തിൽ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം എല്ലാ ദിവസവും ഞാൻ കൊണ്ടുവന്ന് ഒരു മരത്തിൽ കെട്ടിത്തൂക്കാം. എന്റെ ഈ വാക്ക് സത്യമാണ്. സമാധാനമായി തിരിച്ചു പോയാലും എന്ന് പറഞ്ഞു. അപ്പൊ നല്ല സ്വഭാവം ഉണ്ട് കുറേശ്ശെ. സത്യവ്രതന്റെ വാക്ക് കേട്ട് വിശ്വാമിത്ര പത്നി മകന്റെ കെട്ടഴിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി.
ഗളത്തിൽ ദർഭ കൊണ്ട് ബന്ധിച്ചതിനാൽ ആ മുനികുമാരന് ഗാളവൻ എന്ന പേരും ലഭിച്ചു. സത്യവ്രതൻ എല്ലാ ദിവസവും ഏതെങ്കിലും മൃഗത്തിനെ നായാടി കൊണ്ടുവന്ന് വിശ്വാമിത്രന്റെ ആശ്രമത്തിനടുത്തുള്ള കൊമ്പിൽ കെട്ടിത്തൂക്കും. സത്യവ്രതന്റെ കാരുണ്യം കൊണ്ട് വിശ്വാമിത്രന്റെ കുടുംബം പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇറച്ചി തന്നിട്ടാ. ഓ, കഷ്ടപ്പാട് നോക്കണേ. സത്യവ്രതന്റെ അച്ഛൻ തപസ്സിന് പോയതുകൊണ്ട് വസിഷ്ഠനായിരുന്നു രാജ്യകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. സത്യവ്രതന് വസിഷ്ഠനുള്ള ശത്രുത കൂടി വന്നു. അച്ഛൻ തന്നെ കാട്ടിലേക്ക് അയച്ചപ്പോൾ വസിഷ്ഠ മഹർഷി ഒന്ന് തടുത്തത് പോലും ഇല്ലല്ലോ എന്നൊരു വിചാരം സത്യവ്രതന്റെ മനസ്സിലുണ്ടായിരുന്നു. സപ്തപദീ കർമ്മം കഴിഞ്ഞാൽ മാത്രമേ വിവാഹ കർമ്മം അവസാനിക്കുകയുള്ളൂ. ആ നിലക്ക് താൻ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി അല്ലല്ലോ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് സത്യവ്രതന്റെ വാദം. ഈ കാര്യത്തിൽ നല്ലപോലെ അറിയാവുന്ന മുനി ഇപ്രകാരം ചെയ്തതിലായിരുന്നു സത്യവ്രതന് അനിഷ്ടം തോന്നിയത്. ഒരിക്കൽ സത്യവ്രതൻ നായാട്ടിന് പോയപ്പോൾ ഒരു മൃഗത്തെയും കിട്ടാതെ വന്നു. അപ്പോൾ വസിഷ്ഠന്റെ പശുവിനെ ആ കാട്ടിൽ കാണാനിടയായി. അയ്യോ! വിശന്നു വലഞ്ഞ സത്യവ്രതൻ ആ പശുവിനെ കൊന്നു ഭുജിച്ച് ബാക്കി പൊതിഞ്ഞ് പതിവ് പോലെ വിശ്വാമിത്രന്റെ ആശ്രമ പരിസരത്തുള്ള മരത്തിൽ കൊണ്ടുവെക്കുകയും ചെയ്തു. എന്തൊരു തൊട്ടൻ! അത്തരം കുറയില്ല. വിശ്വാമിത്ര പത്നി ഗോമാംസമാണെന്ന് അറിയാതെ മാനിന്റെ മാംസമാണെന്ന് കരുതി മക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. തന്റെ പശുവിനെ കൊന്ന ദേഷ്യത്തിൽ വസിഷ്ഠ മഹർഷി സത്യവ്രതനോട് കയറി, നീ എന്താണ് ചെയ്തത്? പശുഹത്യാപാപം ദോഷമല്ലേ? ഗോഹത്യ ദാരഹരണം, പിതാവിന്റെ കോപം, ഇതൊക്കെ നിന്റെ തലയിൽ 3 ശംഖുകളായി പതിക്കട്ടെ. പൈശാചികമായ പ്രവർത്തികൾ ചെയ്തത് കൊണ്ട് നീ പിശാചരൂപമായി എല്ലാവരും കാണെ ത്രിശങ്കു എന്ന പേരോടുകൂടി വാഴുക. വസിഷ്ഠനായ സത്യവ്രതൻ തന്റെ പർണശാലയിൽ തന്നെ ഇരുന്ന് കഠിന തപസ് ആരംഭിച്ചു. ഏതോ ഒരു മുനികുമാരൻ ശ്രേഷ്ഠമായ ഒരു മന്ത്രം ഉപദേശിച്ചു. ആ മന്ത്രം ഉപാസിച്ച് മൂലപ്രകൃതിയായ ദേവിയെ ധ്യാനിച്ചു വാണു. അദ്ദേഹത്തിന് ത്രിശങ്കു എന്ന് പേര് വന്നില്ലേ? വസിഷ്ഠ മഹർഷിയാൽ ശപിക്കപ്പെട്ട സത്യവ്രതൻ ശാപമോചിതനായത് എങ്ങനെയാണെന്ന് വ്യാസമഹർഷി ജനമേജന് പറഞ്ഞു കൊടുക്കുകയാണ്. ശാപം കൊണ്ട് പിശാചത്വം കൊണ്ട് സത്യവ്രതൻ ആ കാട്ടിൽ പരാശക്തിയെ തന്നെ ധ്യാനിച്ച് ദിവസങ്ങൾ കഴിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അമ്പായജ്ഞം നടത്തുവാനുള്ള ആഗ്രഹമുണ്ടായി. ഒരു ദിവസം അദ്ദേഹം ബ്രാഹ്മണരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ദ്വിജന്മാരെ, നിങ്ങൾ എനിക്ക് അമ്പായജ്ഞം നടത്തി തരണം. ജപത്തിന്റെ ദശാംശം കൊണ്ട് കാര്യസിദ്ധി നേടണം. വേദജ്ഞരായ നിങ്ങൾ ദയാശാലികളാണല്ലോ. ഒന്നും കൊടുക്കാനില്ല എന്നാലും. ഞാൻ സത്യവ്രതൻ എന്ന പേരുള്ള രാജപുത്രനാണ്. എന്റെ സൗഖ്യത്തിന് വേണ്ടി യജ്ഞം നടത്തി തരണം എന്ന് പറഞ്ഞു. സത്യവ്രതന്റെ അപേക്ഷ കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ഗുരുശാപം കൊണ്ട് പിശാചത്വം സംഭവിച്ചവൻ യാഗം ചെയ്യാൻ അർഹനല്ല, വേദത്തിന് അധികാരിയുമല്ല. പിന്നെ എങ്ങനെ? അവർ ഇപ്രകാരം പറഞ്ഞപ്പോൾ സത്യവ്രതൻ ചിന്തിച്ചു, എന്റെ ജീവിതം വളരെയധികം കഷ്ടത്തിലായി. എത്ര കാലമായി ഞാൻ കാട്ടിൽ താമസിച്ച് വിഷമിക്കുന്നു. അച്ഛൻ എന്നെ കാട്ടിലേക്ക് ആട്ടിപ്പായിച്ചു. ഗുരുവിനാൽ ശപിക്കപ്പെടുകയും ചെയ്തു. നാട്ടിൽ നിന്നും ഭ്രഷ്ടനായ ഞാൻ പിശാചുമായി. എന്തൊരു ജന്മാണ് ഈശ്വര എന്റെ ജീവിതം മടുത്ത് അദ്ദേഹം ദേഹം ത്യജിക്കാൻ തയ്യാറായി. വലിയൊരു തീക്കുണ്ടം തീർത്ത് കുളിച്ച് കൈകൂപ്പി അതിലേക്ക് ചാടാൻ ഒരുങ്ങുമ്പോൾ ജഗദംബിക സത്യവ്രതനെ പ്രത്യക്ഷയായി. ആകാശത്ത് പ്രശോഭിച്ചു നിൽക്കുന്ന സിംഹാരൂഢയായ ദേവി സത്യവ്രതനോട് ഇപ്രകാരം പറഞ്ഞു. എന്ത് പറഞ്ഞു അമ്മ? സുമതേ, നീ എന്താണ് ചെയ്യുന്നത്? തീയിൽ ചാടി മരിക്കുകയോ? ധൈര്യം വിടാതിരിക്കോ? നിന്റെ അച്ഛന് പ്രായമായി. മറ്റന്നാൾ രാജ്യം അങ്ങേക്ക് നൽകിയ അച്ഛൻ തപസ്സിന് പോകും. എന്റെ അനുഗ്രഹത്താൽ മന്ത്രിമാർ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. നിന്റെ അച്ഛൻ നിന്നെ രാജസിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്യും. അച്ഛൻ വിരക്തനായി ബ്രഹ്മലോകം പ്രാപിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു. സത്യവ്രതനാണെങ്കിലോ അഗ്നിപ്രവേശത്തിൽ നിന്ന് തൽക്കാലം വിരമിച്ചു. ചാടിയില്ല. മറ്റന്നാൾ നല്ല കാലം വരാൻ പോവല്ലേ. ദേവർഷി നാരദൻ അയോധ്യയിലെത്തിയ അരുണ രാജാവിനോട് നടന്ന കഥകളും ഒക്കെ പറഞ്ഞു. മകന്റെ അഗ്നിപ്രവേശ കഥകൾ കൂടി കേട്ടപ്പോൾ രാജാവ് ദുഃഖഭാരം കൊണ്ട് ചിന്താകുലനായി. അദ്ദേഹം മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്റെ മകൻ ചെയ്ത സാഹസ പ്രവൃത്തികൾ അറിഞ്ഞുവോ? ഞാൻ എന്റെ ബുദ്ധിമാനായ പുത്രനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്റെ ആജ്ഞയാലാണ് രാജസിംഹാസനത്തിന് അർഹനായ അവൻ കാട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ലേ? ദാരിദ്ര്യം സഹിച്ചവൻ ജ്ഞാനിയായി കാട്ടിൽ താമസിച്ചു. വീണ്ടും
വസിഷ്ഠന്റെ ശാപത്താൽ പിശാചത്വവും സംഭവിച്ചു. ദുഃഖഭാരത്താൽ അഗ്നി ചാടാൻ ഒരുങ്ങുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് അവനെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ പോയി ആശ്വാസവാക്കുകൾ പറഞ്ഞ് എന്റെ മകനെ തിരിച്ചു കൊണ്ടുവരണം. ഭരണസാമർഥ്യമുള്ളവനെ രാജാവാക്കി ഞാൻ തപസ് ചെയ്യുവാൻ പോവുകയാണ്. നിങ്ങൾ വേഗം പോയി അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ മന്ത്രിമാര് തൃശങ്കുവിന്റെ സമീപം ചെന്ന് സമാശ്വാസ വാക്കുകൾ പറഞ്ഞു. ആശ്വസിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മലിന വസ്ത്രമെടുത്ത് ദീനനായിരിക്കുന്ന മകനെ കണ്ട് രാജാവ് വളരെയധികം ചിന്താധീന സങ്കടം കൊണ്ട് കണ്ണു കാണാണ്ടായിപ്പോയി. രാജാവിന് ധർമ്മത്തെപ്പറ്റി ധാരണ ഉണ്ടായിട്ടും രാജ്യഭരണത്തിന് അർഹനായ എന്റെ മകനെ ഞാൻ കാട്ടിലേക്ക് അയച്ചുവല്ലോ. രാജാവ് മകനെ ഗാഠാലിംഗനം ചെയ്ത് തന്റെ സിംഹാസനത്തിന് അടുത്തിരുത്തി. എന്നിട്ട് രാജാവ് പറയുകയാണ്, പുത്ര, ധർമ്മത്തിൽ മാത്രം ചരിക്കുക, ബ്രാഹ്മണന്മാരെ ആദരിക്കണം, ധർമാർജിതമായി ധനം സമ്പാദിക്കണം, അല്ലാതെ കട്ടിച്ചും തോപ്പിച്ചിട്ടും ധനം സമ്പാദിച്ചൂടാ. ജിതേന്ദ്രിയനാവണം, മുനിമാരെ പൂജിക്കണം, പക്ഷഭേദം കൂടാതെ എല്ലാവരെയും ഒരുപോലെ കാണണം, കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കണം, സ്ത്രീസക്തരെയും പാനാസക്തരെയും വിശ്വസിക്കരുത്, ചൂതുകളിയിലും മദ്യത്തിലും വേശ്യമാരിലും ഭ്രമം പാടില്ല. അതിരാവിലെ എഴുന്നേറ്റ് ശൗച ആചമനാദികൾക്ക് ശേഷം വ്രതശുദ്ധിയോടുകൂടി പരാശക്തിയെ ധ്യാനിക്കണം. ദേവീ പൂജ ചെയ്ത് ആ പാദതീർത്ഥം സേവിച്ചാൽ ഒരിക്കലും ദുഃഖമുണ്ടാവുകയില്ല. വിദ്യാസമ്പന്നരായ ബ്രാഹ്മണരുടെ സമീപം ചെന്ന് ധർമ്മശാസ്ത്രത്തെ ഗ്രഹിക്കണം. അവരുടെ കീഴിൽ നിന്ന് പഠിക്കണം. വിദ്വാൻമാരായ ബ്രാഹ്മണരെ ഒരിക്കലും പൂജിക്കരുത് കേട്ടോ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അങ്ങനെ പൂജിക്കണ്ട. വിദ്യയില്ലാത്തവരെ പൂജിച്ചിട്ട് കാര്യമില്ല മകനെ. ധർമ്മം വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ബ്രഹ്മജ്ഞന്മാരെ ഒരിക്കലും നിഷേധിക്കരുത്. ഐശ്വര്യം ആഗ്രഹിക്കുന്ന ഭൂപാലന്മാർ ബ്രാഹ്മണരെ മാനിക്കണം, അവർക്ക് ദാനം ചെയ്യണം. മൂർഖന്മാർക്ക് അന്നമല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല. ചോറ് കൊടുക്കണം, വിശന്നിട്ട് വരുന്നവരാരായാലും. വേദാന്തങ്ങളുടെ മറുകര കണ്ട വിദ്വജനങ്ങളെ ആദരിച്ച് ഭൂമിയും ധനവും ഗോക്കളെയും ദാനം ചെയ്യണം. ധർമ്മശാസ്ത്രങ്ങൾക്ക് അനുസൃതമായി ദണ്ഡനീതി പാലിക്കണം. ന്യായമാർഗത്തിൽ കൂടി കൈവരുന്ന ധനം മാത്രം ശേഖരിക്കണം. മകനെ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അരുണരാജാവിന്റെ ഉപദേശത്തെ സത്യവ്രതൻ വിനയാന്വിതനായി സ്വീകരിച്ചു. രാജാവ് മന്ത്രവിത്തുക്കളായ വേദശാസ്ത്ര പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സർവതീർത്ഥങ്ങളിൽ നിന്നുമുള്ള പുണ്യജലം കൊണ്ടുവരാൻ ഏർപ്പാടാക്കി. സാമന്ത രാജാക്കന്മാരെയും വിശിഷ്ട വ്യക്തികളെയും പ്രജകളെയും ക്ഷണിച്ചു. ശുഭമുഹൂർത്തത്തിൽ അരുണരാജാവ് സത്യവ്രതനെ സിംഹാസനത്തിലിരുത്തി സിംഹാസനാരോഹണം ചെയ്യിച്ചു, അഭിഷേകം ചെയ്യിച്ചു. അടുത്ത ദിവസം തന്നെ രാജാവും പത്നിയും ഗംഗാതീരത്തേക്ക് പോയി വാനപ്രസ്ഥം സ്വീകരിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. ആയുസ് കഴിഞ്ഞതോടെ അവർ ദേവന്മാരാൽ പൂജിതരായി സ്വർഗലോകത്തേക്ക് വിരാജിച്ചു. അത്രയും നല്ല കർമ്മങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജനമേജയ രാജാവ് വേദവ്യാസ മഹർഷിയോട് ചോദിക്കുകയാണ്. എന്ത് ചോദിക്കണു? തന്റെ മനസ്സിൽ തോന്നിയ സംശയം. മഹർഷിയെ, കഥയുടെ ഇടയിൽ അങ്ങ് പറഞ്ഞില്ലേ, സത്യവ്രതൻ ഗോവധം ചെയ്തതറിഞ്ഞ് വസിഷ്ഠ മഹർഷി ശപിച്ച് പിശാച രൂപമാക്കിയെന്ന്. പിന്നെ പ്രകാരമാണ് ശാപമോക്ഷം കിട്ടിയത്. ഗുരുശാപമേറ്റവർ രാജസിംഹാസനത്തിന് അർഹനല്ലല്ലോ. പിന്നെ ഏത് കർമ്മം ചെയ്താണ് ശാപമോക്ഷം കിട്ടിയതെന്നും രാജാവ് സത്യവ്രതനെ കൂട്ടിക്കൊണ്ടുവന്നത് ഏത് വിധത്തിലാണെന്നും പറഞ്ഞു തരണം. വ്യാസൻ പറയണു, ശാപം കൊണ്ട് ഭയാനക രൂപം കൊണ്ട് സത്യവ്രതനെ കണ്ട് ആൾക്കാര് ഭയപ്പെട്ടടുക്കാതെയായി. ഇത് കണ്ട് മനം നൊന്ത സത്യവ്രതൻ മുടങ്ങാതെ ദേവീ ഭജനം ആരംഭിച്ചു. ആ രൂപം അങ്ങനെ ഉണ്ടത്രന്നാ പറയുന്നത് കേട്ടോ. ഭജനത്തിൽ സന്തുഷ്ടയായ ദേവി സത്യവ്രതന് ശാപമോക്ഷം നൽകി. ദേവിയുടെ കരുണാകടാക്ഷം കൊണ്ട് സത്യവ്രതന്റെ പൈശാചിക രൂപമൊക്കെ പോയി അതിതേജസ്വിയായി മാറുകയും ചെയ്തു. പരാശക്തിയുടെ വരപ്രസാദം കൊണ്ട് വസിഷ്ഠനും സത്യവ്രതന്റെ പിതാവായ അരുണരാജാവും സത്യവ്രതൻ പ്രീതനായി തീർന്നു. അച്ഛന്റെ കാലശേഷം ധർമ്മിഷ്ഠനായ സത്യവ്രതൻ രാജ്യം ഭരിച്ചു. പരാശക്തിയെ നിത്യം ധ്യാനിക്കുകയും അമ്പായജ്ഞങ്ങളെ ധാവിധി നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പുത്രനായ ഹരിശ്ചന്ദ്രൻ ശാസ്ത്രത്തിൽ പറഞ്ഞ ഉത്തമ ലക്ഷണങ്ങൾ തികഞ്ഞവനായിരുന്നു. സത്യത്തിന് അണ്ണു വിട മാറൂല ഹരിശ്ചന്ദ്രൻ.
തന്റെ മകനെ രാജ്യാധികാരം ഏൽപ്പിച്ച് മർത്തദേഹത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ത്രിശങ്കു രാജാവ് ആഗ്രഹിച്ചു. ഈ ആഗ്രഹപ്രാപ്തിക്കായി വസിഷ്ഠമുനിയെ സമീപിച്ച് ഭക്തി ആദരപൂർവം തൊഴുതു കുമ്പിട്ടു. ശരീരത്തോടുകൂടി പോകുന്നവർ വളരെ വളരെ വിരളമാണ്. എനിക്ക് അങ്ങനെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ബ്രഹ്മപുത്ര മഹാഭാഗ, എനിക്കൊരപേക്ഷയുണ്ട് അങ്ങയോട്. അതങ്ങ് സാധിച്ചു തരണം. സ്വർഗലോകത്തിലെ ഭോഗങ്ങൾ അനുഭവിക്കാൻ എനിക്ക് ദേഹത്തോടെ സ്വർഗലോകത്തിലേക്ക് പോകാൻ അങ്ങയുടെ അനുഗ്രഹം വേണം. സ്വർഗത്തിലെ കൽപ്പവാടിയിൽ അപ്സരസുകളുമായി ഉല്ലസിച്ച് നടക്കാനും ദേവഗന്ധർവന്മാരുടെ സംഗീതം ആസ്വദിക്കാനും എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഗുരു, ദേഹത്തോടു കൂടി തന്നെ സ്വർഗവാസം സാധിക്കത്തക്ക വിധം ഒരു മഹായാഗം അങ്ങ് നടത്തി തരണം എന്ന് പറഞ്ഞു. വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, മർത്യദേഹത്തിൽ വസിച്ചുകൊണ്ട് നാഗവാസം പ്രയാസമാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്ത് മരിച്ചവനെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂ? അങ്ങയുടെ ആഗ്രഹം സാധിക്കാൻ പ്രയാസമാണ്. സാധിക്കാൻ പറ്റാത്തൊരാഗ്രഹമാണ് അങ്ങ് എന്നോട് ചോദിച്ചത്. മരിക്കാതെ അപ്സരസുകളുടെ കൂടെ ഉള്ള വാസം സാധ്യമല്ല രാജൻ. യത്നം ചെയ്യാം, പിന്നീട് മരിച്ചതിന് ശേഷം സ്വർഗം പ്രാപിക്കാം. വസിഷ്ഠമുനിയുടെ വാക്കുകൾ കേട്ട് രാജാവ് നിരാശനായി. സാധിക്കൂലാരംഭത്തിൽ നിരാശ വന്നു. പൂർവ്വവൈരം മനസ്സിൽ വെച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, അഹങ്കാരം കൊണ്ട് അങ്ങ് യത്നം ചെയ്യുകയില്ലെങ്കിൽ ഞാൻ വേറെ രാജാവിനെ വിളിച്ച് യത്നം നടത്തും. രാജാവിന്റെ വാക്ക് കേട്ട് കോപം വന്ന വസിഷ്ഠൻ രാജാവിനെ ശപിച്ചു. ഹേ ഗോപഥ ദൂഷിത, നീ ഈ ദേഹത്തോടൊരു ചണ്ടാളനായി തീരുക. ശപിച്ചു. എന്തൊന്നത്? വിപ്രപത്നിയെ കട്ടുകൊണ്ടുപോയ ദുർമതിയായി നിനക്ക് മരിച്ചാലും സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടാവില്ല. പോരെ. വസിഷ്ഠന്റെ ശാപത്താൽ രാജാവ് ചണ്ടാളനായി തീർന്നു. കാതലണിഞ്ഞ സ്വർണ്ണകുണ്ടലം കല്ലായി തീർന്നു. മെയ്യിൽ പുരട്ടി ചന്ദനത്തിന് സുഗന്ധം പോയി. ഉടുത്ത മഞ്ഞപ്പെട്ട് കറുത്ത നിറമായി. ആനയുടെ നിറത്തിന് സമാനമായി രാജാവ്. ദേവീഭക്തന്റെ കോപത്തിന്റെ ഫലമായാണ് ഇപ്രകാരം സംഭവിച്ചത്. അതുകൊണ്ട് ദേവീഭക്തന് ഒരിക്കലും ധിക്കരിക്കാതിരിക്കുക. വസിഷ്ഠ മഹർഷിയാണെങ്കിലോ ജപനിഷ്ഠനുമാണ്. വസിഷ്ഠനും ദേവീഭക്തനാണെന്ന് പറയണു. ശാപം കൊണ്ട് ചണ്ടാളനായി തീർന്ന തന്റെ രൂപം കണ്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് പോകാതെ നേരെ കാട്ടിലേക്കാണ് പോയത്. അറപ്പ് തോന്നുന്ന തന്റെ ദേഹം കണ്ട് അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഈ ദേഹം കൊണ്ട് എവിടെ പോകാനാണ്? വീട്ടിലേക്ക് പോയാൽ എൻ്റെ ഈ മകൻ ഈ രൂപം കണ്ട് പേടിക്കും. ഈ രൂപത്തിൽ എൻ്റെ പത്നിയും എന്നെ സ്വീകരിക്കില്ല. എല്ലാവരും വെറുക്കുന്ന ഈ രൂപത്തിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നത് തന്നെയാണ്. വിഷം കഴിച്ചോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയോ കഴുത്തിൽ കയറിട്ട് കുടുക്കിയോ ഞാൻ എൻ്റെ ദേഹം ത്യജിക്കാൻ പോവുകയാണ്. കത്ത് നദിയിൽ ചാടിയോ അല്ലെങ്കിൽ ഒന്നും ഭുജിക്കാതെയോ ഞാൻ എൻ്റെ പ്രാണൻ കളയാൻ ഉറപ്പിച്ചു. പക്ഷേ അങ്ങനെ ആത്മഹത്യ ചെയ്താൽ അടുത്ത ജന്മത്തിലും ശാപത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ. അവസാനം അദ്ദേഹം ഒരു കാര്യം തീർച്ചപ്പെടുത്തി. ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. കർമ്മഫലം അനുഭവിച്ചേ മതിയാവും. ഈ ദേഹത്തിൽ നിന്ന് കാട്ടിൽ കഴിച്ചു കൂട്ടുക. അങ്ങനെ ചെയ്ത് ഞാൻ എൻ്റെ കർമ്മദോഷത്തെ ക്ഷയിപ്പിക്കും. പുണ്യാശ്രമങ്ങൾ തോറും നടന്ന് സത്സംഗത്തിൽ പങ്കെടുത്ത് തീർത്ഥസ്നാനം നടത്തിയും പരാശക്തിയെ ധ്യാനിച്ചും ഞാൻ കർമ്മക്ഷയം സാധിച്ചെടുക്കും. അതിനിടെ സാധുസംഗമം സാധിച്ചാൽ അതും വലിയ മഹാഭാഗ്യമായി കരുതുന്നു ഞാൻ. ഇപ്രകാരം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രാജാവ് ഗംഗാതീരത്ത് തന്നെ വാസം ഉറപ്പിച്ചു. അച്ഛനെ കിട്ടിയ ശാപവാർത്ത അറിഞ്ഞ ഹരിശ്ചന്ദ്രൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ മന്ത്രിമാരെ അയച്ചു. രാജാവിനോട് പറഞ്ഞു, രാജൻ, യുവരാജാവ് പറഞ്ഞയച്ചതാണ് അങ്ങയെ. ഞങ്ങളെ ബഹുമാനപൂർവ്വം അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരും പ്രജകളും അങ്ങയെ സ്വീകരിക്കും. ഗുരുവിനെയും നമുക്ക് സമാധാനിപ്പിക്കാം. പ്രസന്നനായാൽ ഗുരു തന്നെ അങ്ങയെ കഷ്ടതകളിൽ നിന്ന് മുക്തനാക്കും. ഞങ്ങളുടെ കൂടെ പോരാൻ അങ്ങ് മനസ്സ് കാണിക്കണം എന്ന് ആര് പറഞ്ഞു? മന്ത്രിമാര്. മന്ത്രിമാർ വന്ന് പറഞ്ഞിട്ടും സ്വന്തം ഗൃഹത്തിലേക്ക് പോകാൻ രാജാവ് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, മന്ത്രിമാരെ, നിങ്ങൾ ഇപ്പോൾ പോകുവിൻ. കൊട്ടാരത്തിൽ പോയി ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മകനെ അറിയിക്കണം. പുത്ര, ഞാൻ കൊട്ടാരത്തിലേക്ക് വരുന്നില്ല കേട്ടോ. നീ തന്നെ രാജ്യം ഭരിക്കണം. ബ്രാഹ്മണരെ ഭക്തി ആദരപൂർവ്വം പൂജിക്കണം. യജ്ഞങ്ങൾ ചെയ്യണം. മഹാത്മാക്കൾ വെറുക്കുന്ന ഈ ചണ്ടാള രൂപവും കൊണ്ട് ഞാൻ അയോധ്യക്ക് വരുന്നില്ല മകനെ. ഹരിശ്ചന്ദ്രനെ നിങ്ങൾ രാജാവായി വാഴിക്കുക. എൻ്റെ ആജ്ഞയെ നിങ്ങൾ അനുസരിക്കുക എന്ന് മന്ത്രിമാരോടും പറഞ്ഞു. പ്രകാരം പറഞ്ഞ രാജാവിനെ നമസ്കരിച്ചുകൊണ്ട് മന്ത്രിമാർ ദുഃഖത്തോടെ തിരിച്ചുപോയി.
മന്ത്രിമാർ അയോധ്യയിൽ ചെന്ന് നല്ല മുഹൂർത്തം നോക്കി ഹരിശ്ചന്ദ്രനെ രാജാവായി അഭിഷേകം ചെയ്തു. അച്ഛന്റെ ആജ്ഞാൻ വാഴിക്കപ്പെട്ട ഹരിശ്ചന്ദ്രൻ തന്റെ അച്ഛനെ ചിന്തിച്ചുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ താമസിച്ചു എന്ന് പറയുന്നു. ഇന്നത്തെ ഭാഗം ഭഗവത് പാദങ്ങൾ സമർപ്പിക്കാം. നമുക്ക് നാളെ ത്രിശങ്കു ഒരു സ്വർഗം ഉണ്ടാക്കുമല്ലോ, ത്രിശങ്കു സ്വർഗം. ത്രിശങ്കുവിന് വേണ്ടി ഒരു സ്വർഗം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ കഥയാണ് നാളെ പറയാനുള്ളത്. ഇന്നത്തെ ഭാഗം സമർപ്പിക്കുകയെന്നുവാചാമിന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.